പതിവായി വൈദ്യുതി മുടങ്ങുന്നതിന് ശാശ്വത പരിഹാരവുമായി വാഴൂർ 110 kV സബ്സ്റ്റേഷൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി വകുപ്പ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം വളരെ അഭിമാനകരമായ നിരവധി നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനായി. മുൻപൊരിക്കലും രേഖപ്പെടുത്താത്ത പുരോഗതിയാണ് കേരളത്തിലെ വൈദ്യുതി ഉത്പാദന മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. 1.5 ദശാബ്ദത്തിലധികമായി നിർമ്മാണം ഒഴിഞ്ഞു നീങ്ങായിരുന്ന 40 മെഗാവാട്ട് ശേഷിയുള്ള തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി നാം പൂർത്തീകരിച്ചു. ഇതുപോലെ വൈകിയ 60 മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ വിപുലീകരണ പദ്ധതി പൂർത്തിയാക്കി പരീക്ഷണഘട്ടത്തിൽ വൈദ്യുതി ഉത്പാദനം ആരംഭിച്ചു. മുഖ്യമന്ത്രി അടുത്തതിന്റെ ഉദ്ഘാടനം. ഈ സർക്കാരിന്റെ കാലത്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച 40 മെഗാവാട്ട് ശേഷിയുള്ള മാങ്കുളം, 24 മെഗാവാട്ട് ശേഷിയുള്ള ചിന്നാർ ജലവൈദ്യുത പദ്ധതികൾ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പൂർത്തിയാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതി ഉത്പാദനത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നേടിയത് 1420.75 മെഗാവാട്ടിന്റെ വർധനയാണ്. ജലവൈദ്യുത പദ്ധതികൾ വഴി 1148.5 മെഗാവാട്ടും സൗരോർജ്ജ നില വഴി 1275 മെഗാവാട്ടും കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉത്പാദന മേഖലയിൽ 1.25 മെഗാവാട്ടുമാണ്. ഇത്തരത്തിൽ വൈദ്യുതി ഉത്പാദന രംഗത്ത് ശക്തമായ ഇടപെടൽ നടത്താൻ നമുക്ക് ആകുന്നുണ്ട് എന്ന കാര്യത്തിൽ സന്തോഷം രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുന്നു. വാഴൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പദ്ധതിയിൽ നിലവിൽ വൈദ്യുതി എത്തിക്കുന്നതിന് പാമ്പാടി, കാഞ്ഞിരപ്പള്ളി, കറുകച്ചാൽ എന്നിവിടങ്ങളിലുള്ള സബ്സ്റ്റേഷനിൽ നിന്നുമാണ്. ഇവിടേക്ക് മറ്റ് ഇലക്ട്രിക്കൽ സെക്ഷനുകളുടെ പരിധിയിലൂടെ കിലോമീറ്റർ ദൂരത്തിൽ കടന്നു പോകുന്നതിനാൽ വാഴൂർ പ്രദേശത്ത് പൊതുവായി വൈദ്യുതി മുടക്കവും വോൾട്ടേജ് ക്ഷാമവും അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമെന്ന നിലയിൽ വാഴൂർ പുതിയ 110 kV സ്റ്റേഷൻ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതിലേക്കായി 15.2 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഈ സബ്സ്റ്റേഷൻ പൂർത്തിയാവുന്നതോടെ വാഴൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ മാത്രമല്ല സമീപ സെക്ഷനായ പത്തനാട്, മണിമല, പള്ളിക്കത്തോട്, പൊൻകുന്നം എന്നിവയുടെ പരിധിയിലുള്ള ഏകദേശം 38,000-ഓളം ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വൈദ്യുതി നൽകുവാനും വൈദ്യുതി മുടങ്ങുന്നതിന്റെ തോത് ഗണ്യമായി കുറച്ച് ഉപഭോക്തൃ സംതൃപ്തി കൈവരിക്കുവാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പദ്ധതിക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് ഭാരവാഹികൾ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിച്ച കരാറുകാർ, തൊഴിലാളികൾ, KSEBയുടെ ജീവനക്കാർ, നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കേണ്ട വാഴൂർ 110 സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വാഴൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലേക്ക് പാമ്പാടി, കാഞ്ഞിരപ്പള്ളി, കറുകച്ചാൽ സബ്സ്റ്റേഷനുകളിൽ നിന്നുമാണ് നിലവിൽ വൈദ്യുതി എത്തുന്നത്. പതിവായി വൈദ്യുതി മുടങ്ങുന്നതിനും വോൾട്ടേജ് ക്ഷാമവും ഇതുമൂലം നേരിടുന്നതിന് ഇതോടെ പരിഹാരമാവുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷനായി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി, വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലി, വിവിധ ജനപ്രതിനിധികൾ, KSEB ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.